എൻ്റെ ഉമ്മ ഞങ്ങൾ പെരുന്നാൾക്ക് രണ്ടാം പെരുന്നാൾക്ക് കൂടണേന് ബീഫാണല്ലോ, എല്ലായിടത്തും ബീഫായിരിക്കുമല്ലോ പെരുന്നാൾക്ക്. അപ്പോൾ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടി ഉമ്മാൻ്റെ സ്പെഷ്യൽ നല്ല രസം തിന്നാൻ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കാതെ ഇതാക്കും. ഇഞ്ചി ചതക്കും, വെളുത്തുള്ളിയും ചീരുള്ളിയും ചതക്കാതെ അങ്ങനെയാണ് ഉമ്മയുടെ ബീഫ് അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ മല്ലിപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ഇടണം ഉമ്മാക്ക്. ഉപ്പൊക്കെ പണ്ടത്തെ കയ്യേറ്റൊക്കെ ഇടണതാണ് ഉമ്മാൻ്റെ ആ ഒരു സ്റ്റൈല്. പിന്നെ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം പിന്നെ മഞ്ഞൾപ്പൊടി. ഉമ്മാക്ക് അടുപ്പത്ത് വെക്കണ ബീഫാട്ടോ രസം, മറ്റേ ഉമ്മാക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഉലുവ, വലിയ ജീരകം, പിന്നെ ഉമ്മാക്ക് മുളക് പൊടി ഇടണം. ഉമ്മാക്ക് മുളക് പൊടി ഇടാഞ്ഞാൽ ഒരു ഇത് കിട്ടില്ല. ഉമ്മാക്ക് എന്ത് പറഞ്ഞാലും മുളക് പൊടി മസ്റ്റാണ്. തോനിടൂല, കുറച്ച്. പിന്നെ കുരുമുളക് പൊടി ഉമ്മാക്ക് അളവൊന്നുമില്ല കേട്ടോ. ഉമ്മക്ക് വെച്ച് ശീലമായതുകൊണ്ട് ഉമ്മാൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഉപ്പിട്ട് ഉമ്മാക്ക് ഉമ്മാൻ്റേതായിട്ടുള്ള ലെവലിലാണ്. പിന്നെ അതിലേക്ക് കറിവേപ്പില ഒക്കെ ഇട്ടുകൊണ്ട് ഉമ്മാക്ക് കുക്കറിൽ വെച്ച ബീഫൊന്നും ഉമ്മാക്ക് ഇഷ്ടമല്ല. നമ്മളൊക്കെ വെച്ച് നമ്മൾ ചീത്ത പറയും. ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടം മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ബീഫാണ്. പിന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ ഞങ്ങൾ മക്കളും മരക്കളും എല്ലാവരും കൂടി ആകുമ്പോൾ മൺചട്ടിയിൽ കൊള്ളില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുടുക്കയിലാണ് വെക്കുന്നത്, അടുപ്പത്ത് തന്നെ കേട്ടോ വെക്കണത്. പിന്നെ അതിലേക്ക് കരിവേപ്പിൻ്റെ ഇലയും ഇതൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ ഉമ്മ ഒരു തക്കാളി, പിന്നെ വല്യുള്ളി ഒന്നും ഇടില്ല കേട്ടോ, ഒരു തക്കാളി അങ്ങനെ അരിഞ്ഞ് നുറുക്കിക്കാണ്ട് അങ്ങനെ ഇടും. നല്ല രസമാട്ടോ ഉമ്മാൻ്റെ ബീഫ്. അത് തിന്നാൻ എല്ലാവർക്കും കൂടെ ഭയങ്കര ഇഷ്ടം. ഉമ്മാനെ തന്നെ ഞങ്ങൾ ആ ഒരു പെരുന്നാൾക്ക് ഉമ്മയാണ് എല്ലാവർക്കും ബീഫ് ഉണ്ടാക്കാൻ ഉമ്മാനാണ് ഞങ്ങൾ ഇതാക്കൽ. പിന്നെ പച്ചമുളക് ഒരു 2-3 ഉമ്മ ഇടും. പിന്നെ മുളകും പൊടിയും കുരുമുളകും പച്ചമുളക് കുറച്ച് എരിവൊക്കെ വേണം. പിന്നെ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചിട്ട് പിന്നെ ബീഫ് കേക്ക് നമ്മൾ ഊറ്റി കൊട്ടയിൽ വെച്ചിരിക്കണമല്ലോ, അത് പിന്നെ അതിലേക്ക് ഇട്ടുകൊണ്ട് ഫുള്ള് ബീഫും ആ വലിയ ചെമ്പട്ടിക്ക് ഇട്ടിട്ട് അതിലിട്ടുകൊണ്ട് ഒന്നുകൂടി ഉമ്മ നന്നായിട്ട് കുഴച്ച് ഒരേമാതിരി ആക്കും. നല്ല കൈയായിട്ട് തന്നെ ഉമ്മക്ക് കുഴക്കും. പിന്നെ കുറച്ചേക്ക് എന്താ പറയുക, വെളിച്ചെണ്ണ ഒഴിക്കണമല്ലോ. ഉമ്മ അതിൻ്റെ ഇടയിൽ അത് മറന്ന് പിന്നെയാണ് ഉമ്മക്ക് ഓർമ്മ വന്നത്. അപ്പം ഉമ്മ വെളിച്ചെണ്ണ കുറച്ചെടുത്തുകൊണ്ട് അത് ഇതായി ഉമ്മക്ക് ആ കയ്യിൽ ഇങ്ങോട്ട് ആവാഞ്ഞിട്ട് കയ്യിൽ ആവണം. ഉമ്മക്ക് കയ്യിൽ തന്നെ ഉള്ളത് ഇട്ട് കുഴക്കാൻ. എന്നിട്ടത് കുടുക്കിക്ക് കുറച്ച് വെച്ചുകൊണ്ട് വാരിയിട്ടിട്ട് ഈ വലിയ കുടുക്കിയിലാട്ടോ വെക്കണത്. മൺചട്ടി കൊള്ളില്ലല്ലോ ഇതെല്ലാം കൂടി. ആ കുടുക്കിയിലിട്ട് അതിലാക്കിയാണ് പിന്നെ ആ ചെമ്പട്ടി ഒന്ന് മസാലക്കുള്ളതെല്ലാം ഒന്ന് ചായറ്റി അതിൽ വെള്ളം പാർന്ന് പിന്നെ മൂടി വെച്ച് അടുപ്പത്തൊക്കെ വെച്ച് ഇളക്കാനൊന്നും ചെയ്യാതെ പോവും. പിന്നെ ഇത്ര മണിക്കൂറുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ബീഫ് നല്ല വന്നിട്ടുണ്ടാവും. അത് കൂട്ടി തിന്നാൽ ഭയങ്കര ടേസ്റ്റാണ്. ഉപ്പും എല്ലതും